രാവിലെ നല്ല തിരക്കിലാണല്ല. എന്താ രാവിലെ ഇങ്ങോട്ട്? പിള്ളേരൊക്കെ സ്കൂളിൽ വിട്ടാ? എന്നാ ഒരുങ്ങണതേ ഉള്ളൂ. ഇനി വേണം പോവാൻ. അവിടത്തെ പിള്ളേർ രണ്ടും പോയാ? ഓ, അവിടെ രണ്ടെണ്ണം ഒരുക്കിയൊക്കെ ഞാൻ നിർത്തിയേക്കുന്നു. ഇപ്പൊ ബസ് വരും, പോവാൻ സമയമായി. പിന്നെ അതാ ഇന്നലെ ഞാൻ തന്നെ അലുവ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഉണ്ടാക്കിയതാണ്. കൊള്ളായിരുന്ന? പിന്നെ സൂപ്പർ അല്ലായിരുന്നു. എനിക്ക് കുറച്ച് പൈസ കടം തരാൻ ഉണ്ടാടി. പൈസ എത്ര രൂപ വേണം? എടി പിന്നെ എനിക്കൊരു 500 രൂപ തരുമോടി. എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നാണ്. ചെറുക്കനെ നാളെ ഫീസ് കൊടുക്കണം. 500. ഞാൻ കറണ്ട് ബില്ല് അടയ്ക്കാൻ വെച്ചിരുന്ന ബാക്കി പൈസ ഉണ്ട്, ഒരു 500 രൂപ. എനിക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് തരുമോ? കൊച്ചിന് ഫീസ് കൊടുക്കാനുണ്ട് ട്യൂട്ടോറിയല്. ഓ, ബസ്സിൽ മറ്റേ ബസ് ഫീസേ 500 രൂപ കൊടുക്കണോന്ന് പറഞ്ഞ. എന്റെ കയ്യിലാണെങ്കിൽ ഇപ്പൊ ഇല്ല. ഇക്ക അയച്ചെന്ന പൈസ ബാങ്കില് ഇന്ന് വരൂല. അതിന് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടേ എത്തുള്ളൂ. ഇപ്പൊ പറഞ്ഞ നീ എന്നാ തൽക്കാലം അപ്പുറത്ത് കടം വാങ്ങിച്ചിട്ട് ഒന്ന് എടുക്കാൻ പറഞ്ഞു. ഒരു 500 രൂപ കാണുള്ളൂ. ഇച്ചിരി നോക്കണേ, ഒന്ന് പെട്ടെന്ന് നോക്കണേ. എങ്കിൽ ശരി, ഇതെവിടെ നിൽക്കും, ഞാൻ പോയി എടുത്തോട്ട് വരട്ടെ. പണമൊക്കെ ഉണ്ട്, അങ്ങ് പൂട്ടി അങ്ങ് വെക്കുന്നു. ചുമ്മാ അവളെ കെട്ടിയ രാവിലെ ആണെങ്കിൽ എനിക്ക് പോണമാണ്. എപ്പോഴും ചോദിച്ചാലേ ഇല്ല. ഒരു ദാരിദ്ര്യം കുറച്ചിലും അല്ലേ? മതിയായിരുന്നു. 500 കേട്ടാ. 2 ദിവസത്തിനുള്ളിൽ തരാൻ നോക്കണേ. ഓ, വലിയ ഉപകാരം. ഒരു 3 ദിവസം എടുത്താലും കുഴപ്പമില്ല. എന്തായാലും ഞാൻ 2-3 ദിവസത്തിനകം തരും. എന്റെ താത്ത കേറില്ലേ? ഞാൻ ഇപ്പൊ ചെല്ലട്ടെ, പിള്ളേര് പോയാന്നറിയാൻ വയ്യ. എനിക്ക് പോയിട്ട് വരും. ഇരിക്കാനും പറ്റില്ലല്ലോ. എന്താ രാവിലെ? എന്താടി പൈസ? ഇങ്ങനെ കൈയിരുന്ന ചെലവായി പോവും. നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാങ്ങിക്കാറില്ലേ? വെറുതെ എന്തിനാണ് വെച്ച് കയ്യിലിരുന്നത്? എനിക്കിനി എന്തെങ്കിലും ആവശ്യം വരുമ്പോ എനിക്ക് ഇവിടെ എല്ലാം ഓടി വരാൻ പറ്റും. കേറുന്നില്ലേ? ഞാൻ പോട്ടടി. ഇനി കേറാനൊന്നും നിക്കില്ല. മക്കളൊക്കെ പോയാ? ഓ, അവര് പോയി. ശരി ശരി. ഈ പൈസ അവിടെ വെച്ചേ. അമ്മ വെച്ചേക്കാൻ തന്ന 10,000 രൂപ ഉണ്ട്. അപ്പൊ ജോലിക്ക് പോകാൻ കൊടുത്താൽ സൂക്ഷിച്ച് വെച്ചേ. ഹലോ എടി, പറയടി. എന്തടി? ട്രിപ്പ് പോണാ? നിങ്ങൾ എവിടെ പോണാ? ഓ, മസനഗുഡി വഴി ഊട്ടിക്കല്ലേ, പിന്നെ വയനാട് അങ്ങോട്ട്. എത്ര രൂപടി? 3-4 കുടുംബക്കാരുണ്ടല്ലേ? എത്ര രൂപ ആവും മൊത്തം? 10,000 രൂപ ആവുമല്ലേ? ഓ, എല്ലേ 5,000 രൂപയല്ലേ കയ്യിലുള്ളൂ. ഞാൻ ഇക്കായെന്ന് വിളിച്ച് ചോദിക്കട്ടെ. ഓ ശരി. അല്ല ഇക്ക, നമ്മളെ റെജീനെ വിളിച്ചിരുന്നേട്ടാ. നമ്മള് ഇവിടെ ഉള്ള കുറച്ച് ടീംസുകളെല്ലാം കൂടി, നമ്മുടെ ഫാമിലി കുറച്ച് ബേസിലുള്ള, എന്റെ ഏജിലുള്ള കുറച്ച് ടീമുകളെല്ലാം കൂടി നമ്മളെ മസനഗുഡി വഴി ഊട്ടിക്ക് പോവുകയാണ് കേട്ടോ. ഓ, അതുവഴി വയനാടൊക്കെ കറങ്ങി വരും. അപ്പൊ ഒരു 10,000 രൂപയുടെ ട്രിപ്പിന്റെ വില. എന്റെ 15,000 രൂപ എന്റെ ഉണ്ട്. പക്ഷേ അതെങ്ങനെ എടുക്കും? തൽക്കാലം അപ്പുറത്തെ വീട്ടിൽ ചോദിക്കാല്ലേ, എന്നെ കൊടുക്കാം. ഓ, നിങ്ങൾ ടെൻഷൻ അടിക്കുന്നു വേണമെങ്കിൽ പിന്നെ ആ റീനാരെ കയ്യിൽ നിന്ന് അങ്ങ് വാങ്ങിക്കും. ഓ, പലിക്കൊക്കെ കൊടുക്കാൻ അത്ര അത്യാവശ്യം ഉണ്ട്. അത് ചോദിച്ചിട്ടായിരിക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് 500, 1000 ഒക്കെ ചോദിച്ചാൽ അപ്പോഴെപ്പോഴും കൊണ്ട് കൊടുക്കുമല്ലോ. ഒരു വിശ്വാസം അതില്ലേ? എന്തായാലും ചോദിക്കാം. നിങ്ങൾ ബേജാറാവണ്ട. ഒരു 2-3-4 മാസമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുക്കാന്ന്. ഓ, നാട്ടുകാരെ വൈകില്ലേ, നമ്മളെന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അപ്പൊ അവളിന്ന് വാങ്ങിച്ചിട്ട് പോകാല്ലേ. ടൂറ് പോണെന്ന് പറഞ്ഞാൽ ചിലപ്പോ തരൂല. വല്ല കള്ളത്തരം പറയുന്നു. അതായത് എന്തെങ്കിലുമൊക്കെ ഞാൻ പറയാം. പിന്നെ നിങ്ങള് ഫോണ് വെക്കി, ഞാൻ അപ്പുറത്തോട്ടൊന്നും ചെയ്യട്ടെ. അവള് മുറ്റത്തിരിക്കണ ഞാൻ കണ്ടായിരുന്നു അപ്പുറത്തുനിന്ന്. ഓ ശരി.
എടി വീണേ വീണേ, അല്ല എന്താ ധൃതി പിടിച്ച് വരണത്? എന്താ കാര്യം? എടി ഒരു കാര്യമുണ്ട്. അതെ, എന്റെ അനിയത്തിയുടെ ഭർത്താവ് ഹോസ്പിറ്റലിലാണെങ്കിൽ ഒരു അർജന്റായിട്ട് അവർക്ക് ഓപ്പറേഷൻ വേണമെന്ന് അവനെ ഹോസ്പിറ്റലിൽ വിളിച്ചാ. ഓ, എന്തൊരു കാര്യം ഒന്നും അറിഞ്ഞൂടെ, ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഓപ്പറേഷനാ? ഒരു 10,000 രൂപ വേണമെന്നാണ് പറയുക. തൽക്കാലം നീ ഒരു 5,000 രൂപ തന്ന് സഹായിക്കോ? 10,000? ആരും ഓപ്പറേഷൻ? രണ്ടാമത്തെ അനിയത്തിയുടെ ഭർത്താവ്. അനിയത്തിയുടെ ഭർത്താവിനാ? ഞാൻ നോക്കട്ടെ. ഒരാളെ പൈസ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്, പക്ഷെ ഇക്കാരുടെ ചോദിക്കാതെ ഞാൻ എങ്ങനെ അത് എടുക്കണത്? അത്യാവശ്യമാണ്. ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് ഇക്കാരെന്ന് വിളിച്ചോട്ടെ. നിലവാ വീട്ടിനകത്ത് കയറി ഇരിക്കും. ഒന്ന് പെട്ടെന്നാവട്ടെ. കിട്ടണില്ലല്ലോ. പറയുമ്പോൾ ഇക്കാരുടെ ഫോണില് ചാർജും കാണൂല എന്ന് പറഞ്ഞായിരുന്നു. ഇനിയിപ്പോ എങ്ങനെ ഒന്ന് വിളിച്ച് ചോദിക്കും? എന്തായാലും കൊടുക്കാം. അവര് 2 ദിവസം കഴിഞ്ഞിട്ട് അന്ന് തന്നതല്ലേ, പറ്റിക്കൊന്നുമില്ലേ? എന്തായാലും കൊണ്ട് കൊടുത്തോ. ആശുപത്രി കേസിനല്ലേ, ഇല്ലെന്ന് എങ്ങനെ പറയണം? എന്തായാലും കൊണ്ട് കൊടുക്കാം. ആ, ഇത് കയറിയിരുന്ന ഇക്കായെ വിളിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു. ഇതിപ്പോ വെച്ചേരാ കയ്യില്. ഇക്കാരൊരു ഫ്രണ്ട് കുറച്ച് പൈസ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അയാൾക്ക് എപ്പോഴാണ് ആവശ്യം പറഞ്ഞതെന്നൊന്നും പറയാൻ പറ്റൂല. ആ സമയത്ത് തിരിച്ചു കൊടുക്കണം. അപ്പൊ എത്രയും പെട്ടെന്ന് ഒന്ന് പൈസ അറേഞ്ച് ചെയ്ത് തിരിച്ചു തരണം. ഇന്നത്തെ ആവശ്യം എന്തായാലും വലിയ മനസ്സടി, എന്തായാലും എത്ര നന്ദി പറഞ്ഞാലും തീരൂല. ആ, ഇത്താക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടാ? ഞാൻ പോണടി, സമയമില്ല. ഓ, എന്താ എന്തിനാ വിളിക്കുന്നത്? ആ, എന്താ? പൈസ എടുത്താ? നീ ആ പൈസ എടുത്താ? അവനിന്ന് വേണമെന്ന് പറഞ്ഞു, വൈകുന്നേരം കൊടുക്കണമെന്ന് പറഞ്ഞു. എന്തോന്ന് നീ എന്തിനായിരുന്നു പറഞ്ഞ് കളിക്കണ? ആ പൈസ എങ്ങോട്ടാ? ചെറുക്കനോട് കൊടുക്കട്ടെ, ഞാൻ എടു. ഇക്ക, എനിക്കൊരു അബദ്ധം പറ്റി ഇക്ക. ഞാൻ അതിൽ നിന്ന് ഒരു 5,000 രൂപ അപ്പുറത്തെ താത്താക്ക് കൊടുത്തായിരുന്നു. നിന്റെ അടുത്ത് തന്നപ്പോഴേ പറഞ്ഞതല്ലേ ഇത് എപ്പോഴാ കൊടുക്കേണ്ടി വരണമെന്ന് അറിയത്തില്ലാന്ന്. നീ എന്തോ വേറെ കാണിക്കണേ? ഇത് താത്താര അനിയത്തിയുടെ ഭർത്താവിന് എന്തോ ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞ കാരണമാണ് ഞാൻ കൊടുത്തത്. അവര് പിറ്റേ ദിവസം തന്നെ തരാം, ബാങ്കിൽ എന്തോ ഇഷ്യൂ ഉണ്ട്, പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്ത് കൊടുത്തതാണ്. ഇപ്പൊ 1 മാസമായി, ഇതുവരെയ്ക്കും ഒരു അനക്കൂല്ലെങ്കിൽ വിളിച്ചിട്ടൊന്നും കിട്ടണമില്ല. അപ്പുറത്തെ വീട്ടിലെ കണ്ണാടി വെച്ച പെണ്ണുള്ളല്ലേ, അവളതാ മസനെ കൂടി ഊട്ടി പോണെന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ആളുകളുടെ അടുത്തൊക്കെ പറഞ്ഞു നടക്കുന്നത്. ഇനിയിപ്പോ നമ്മുടെ കാര്യങ്ങളെല്ലാം മുടങ്ങിയല്ലോ. ഇനി ഞാൻ ഈ പൈസ അവിടെ നിർത്തി മറിച്ചിട്ട് കൊടുക്കാനാണ്? നീ ഒരു വാക്ക് ചോദിച്ചിട്ട് കൊടുത്തിട്ട് വല്ല പാടുണ്ടായിരുന്നോ? അല്ല, അപ്പൊ അത് ഓപ്പറേഷൻ അല്ലായിരുന്ന? ചുമ്മാ അല്ല, അവിടെ 2-3 ദിവസം കൊണ്ട് ആളെയും കാണാനില്ല. 1 മാസത്തോളമായി ആളിനെ കാണാനില്ല. അല്ല, ഞാൻ വിചാരിച്ച ഹോസ്പിറ്റൽ കേസൊക്കെ അല്ലേ, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ചോദിക്കാതെ ഇരുന്നത്. ഇക്കാര്യം ഞാനൊന്ന് 100 തത്തി ഫോണിൽ വിളിച്ചിട്ട് ഫോണ് കിട്ടിയില്ലായിരുന്നു. പഠിച്ചവനെ, ഞാനിനി എന്തൊരു ചെയ്യും? നീ എന്ത് കണ്ടിട്ടാ പൈസ എടുത്ത് കൊടുത്തത്? എന്തായിരുന്നു നിന്റെ ഉദ്ദേശം? അവര് ആദ്യമൊക്കെ എന്റെ ഇതേപോലെ 500-ഉം 1000-ഉം ഒക്കെ കടം വാങ്ങിക്കാറുണ്ട്. 2-3 തത്തിയൊക്കെ അവര് പറഞ്ഞ ദിവസത്തിന് മുമ്പേ കൊണ്ട് തന്നിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇതും കൊടുത്തത്. പക്ഷെ ഇത് വല്ലാത്തൊരു ചതിയായിപ്പോ. ഞാൻ എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കട്ടെ, ഒന്ന് വിളിച്ചു നോക്കാം ആദ്യം. വെള്ളിയാക്കണോണ്ട് അവര് എടുക്കണില്ലേക്കാ? ഇന്ന് തന്നെ അത്യാവശ്യമാണല്ലേ? അത് ഇന്ന് തന്നെ കൊടുക്കണോ? അവര് എടുക്കണില്ല. നിന്നടുത്ത് ഞാൻ പറഞ്ഞതല്ലേ ആളും തരവും കണ്ട് സംസാരിക്കാൻ സഹകരിക്കാൻ പോണെന്ന്. ഇങ്ങനെയുള്ള കൂട്ടരടുത്തൊക്കെ സംസാരിക്കാൻ സഹകരിക്കാൻ ചെയ്യുമ്പോഴത്തേക്ക് ഇനി ഒരു വാക്ക് എന്റെ അടുത്ത് പറയണ്ടായിരുന്നു. പണപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്റെ അടുത്ത് പറയണമെന്ന് ഞാൻ പ്രത്യേകിച്ച് നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ. നീ പിന്നെ എന്താ എന്നോട് പറയാതെ എങ്ങനെ ചെയ്ത്? ഞാൻ എന്തായാലും അപ്പുറത്തൊന്ന് പോയിട്ട് വരാം, വീട്ടിലൊന്ന് പോയി ചോദിച്ചിട്ട് വരാം. എന്നാ ശരി, നീ പോയിട്ടോ, പോയി തിരക്കിട്ടോ. പുറത്തൊന്നും ആരെയും കാണാനില്ലല്ലോ. ആ, ചുറ്റോട്ടിൽ നിൽപ്പുണ്ടല്ലോ. താത്താ, ആ റീനേ,
നിങ്ങൾ ഇങ്ങോട്ട് വന്ന് നന്നാനി. നിങ്ങളിങ്ങനെ എത്ര നമ്മുടെ ഫോണിൽ വിളിച്ചു, നിങ്ങളെന്ത് ഫോൺ എടുക്കാത്തത്? അശോടി നീ വിളിച്ചിരുന്ന? അതെ, എന്റെ സ്പീക്കർ അടിച്ചു പോയി ഫോണിന്റെ. ഇപ്പൊ ആര് വിളിച്ചാലും കേൾക്കില്ല. ഞാൻ കയ്യിൽ കൊണ്ട് നടക്കണം. ഇപ്പൊ കയ്യിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. എപ്പോഴും നമുക്ക് കയ്യിൽ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റും ആരെങ്കിലും വിളിക്കാനെന്നും പറഞ്ഞു. അതാണടി എടുക്കാൻ പറ്റാത്തത്. പിന്നെ ഇന്ന് അയാള് പൈസ ചോദിച്ചായിരുന്നു. ആ വാങ്ങിച്ചൊരു 10,000 രൂപ തിരിച്ചു തന്നിട്ട് വളരെ ഉപകാരമായിരുന്നു. പടച്ചോനെ, എന്റെ ഇല്ലടി. എന്റെ ഉണ്ടായിരുന്ന പൈസ എടുത്ത് ഞാനാണെങ്കിൽ അപ്പുറത്തെ ഗിരിജ ഇല്ലേ, ഗിരിജ ചേച്ചി, അവര് ചോദിച്ചു അവർക്ക് കൊടുത്തു. അവർക്ക് എന്തെങ്കിലും ലോൺ അടയ്ക്കാനുണ്ടെന്നും പറഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ട് ഇനി തന്നാ പോരേടി. നിങ്ങളല്ലേ താത്ത എന്റെ ഹോസ്പിറ്റൽ കേസാണ് അത്യാവശ്യം എന്നൊക്കെ പറഞ്ഞ് എന്റെ കാശ് വാങ്ങിച്ചത്. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഓ കിടന്ന് ചാവല്ലേടി. പണം തന്നെയല്ല പണം. അത് ഇന്ന് വരെ നാളെ പോവും. ഓ അവളെ സ്വന്തം പൈസ. എന്നിട്ട് അയ്യോ അതിന്റെ കൂട്ടുകാരന്റെ പൈസയാണ് പോലും. പൈസ തരുമല്ലേ, കിടന്ന് ചാവണ എന്തിന്? ഒരു ആപത്ത് ഘട്ടത്തിന് ഞാൻ സഹായിച്ചതാണ്. എന്നെ ഇങ്ങനെ ഉപദ്രവിക്കരുത് കേട്ടോ. എനിക്ക് ഇന്ന് കാശ് കിട്ടിയേ പറ്റുള്ളൂ. അയാൾ വീട്ടിന്റെ നടയിൽ വന്ന് നിപ്പുണ്ട്. ഓ പാവം പോലെ ഇരുന്ന പെണ്ണാണോ? അവളെ തുള്ളക്കം കണ്ട. ഇതാണ് അവളെ തനി സ്വഭാവം. ചുമ്മയല്ല നിന്റെ അമ്മായി ആ വീട്ടിൽ നിന്ന് മാറി അപ്പുറത്തെ നിന്റെ താത്താരെ വീട്ടിൽ പോയി നിക്കണത്. ആ ഇവിടെ നാട്ടുകാരൊക്കെ പറഞ്ഞ ഇയാളെ തങ്കപ്പെട്ട പെണ്ണും പുള്ളയെന്നല്ലേ പറയണ. വലിയ തനി സ്വഭാവം അറിഞ്ഞത് ഞാൻ. എന്തോന്ന് താത്ത, ഇത്രയും നാളെ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് പോയത്. എനിക്കൊന്നും അറിയണ്ട. എനിക്ക് എന്റെ കാശ് വേണം. എനിക്ക് ഇപ്പം തന്നെ വേണം കാശ്. നിന്റെ മനസ്സിലിരിപ്പ് അറിയാനായിട്ട് തന്നെ ഞാൻ പൈസ ഇല്ലാന്ന് പറഞ്ഞു. എന്റെ ഉണ്ടടി പൈസ. ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. ഒരാക്രാന്തം പിടിച്ച ഒരു സാധനം. പോയെടുത്തോണ്ട് വരും. എന്താന്ന് വെച്ചാ ചെയ്യും. പൈസ കൊടുത്തത് ഇപ്പൊ വേനയാണ്. ഇപ്പൊ താനി സ്വഭാവം മനസ്സിലായോ? ഇന്നാ നിന്റെ കാശ്. ഇനി നമ്മള് തമ്മിൽ ഒരു ബന്ധമില്ല. എനിക്ക് ഇങ്ങനത്തെ ഐറ്റങ്ങളായിട്ട് ബന്ധം കൂടണം അല്ലെങ്കിൽ താല്പര്യവും ഇല്ല. ഇത്തരം കച്ചട പിടിച്ച ആൾക്കാരായി പോയില്ല. ഉണ്ടായിട്ടാണല്ലേ താത്ത നിങ്ങൾ ഇല്ലാന്ന് പറഞ്ഞത്. ഇങ്ങനെ മനുഷ്യന്മാരുണ്ടാക്കാം. ഇതായിക്ക പൈസ കിട്ടി. എനിക്കിനി ഇങ്ങനത്തെ ഒരു അബദ്ധം പറ്റൂല. അവർ ഇത്ര നാള് എന്ത് നല്ല സുഹൃത്തായിരുന്നു. ഇപ്പൊ പെട്ടെന്നല്ല പെണ്ണുപിള്ളേരെ മുഖം അങ്ങ് മാറിയത്. പൈസ ചോദിച്ചതെന്താ ഞാൻ വലിയ കുറ്റം ചെയ്തതുപോലെയാണ്. അവർക്ക് അത്യാവശ്യത്തിന് ഞാൻ എടുത്ത് കൊടുത്തതാണ്. ഇപ്പം പറയണേ ഞാൻ എന്തോ പണത്തിനോട് ആക്രാന്തമാണ്, എന്റെ സ്വന്തം കാശായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അവിടെ കിടന്ന് ആടി പൊളിക്കുന്നു. എനിക്കിനി ഇങ്ങനത്തെ അബദ്ധം പറ്റൂല. കൂടുതൽ തേനും പാലും ഒലിപ്പിക്കുന്നവരെ പ്രത്യേകിച്ച് ഒരടി ബേക്കിലോട് നിന്നുകൊണ്ട് അവരോട് സഹകരിക്കാൻ. എന്തായാലും എനിക്കിപ്പോ കാര്യങ്ങളെല്ലാം ഒരു മനസ്സിലായിട്ടുള്ളൂ. അതുകൊണ്ട് ശരിയാണ്. ഇത്രയും നാളെ എന്ത് നന്നായിട്ട് പോയ കുടുംബങ്ങളാണ്. തൊട്ടടുത്ത് താമസിക്കുന്നതല്ലേ. ഈ ഒരു കേസും പറഞ്ഞിട്ടാ ഈ പാടിയും വഴക്കുമായി. ഇതാണ് പറയുന്നത്. ഈ പണമെന്ന് പറയണതുണ്ടല്ലോ, ഒരിക്കലും ആരും പണം കൊടുത്തൊന്നും സഹായിക്കാനേ പാടില്ല. ആദ്യമൊക്കെ എന്റെ കയ്യിൽ പൈസ കൊടുത്താലേ അപ്പോഴേ തിരിച്ചു തരുമായിരുന്നു. അപ്പോഴല്ലേ ഞാൻ ഇത്രയും അങ്ങ് വിശ്വസിച്ചത്. അവര് ആശുപത്രി കേസാണെന്ന് പറഞ്ഞ് എന്റെ നിന്ന് വാങ്ങിച്ചിട്ട് അവര് കറങ്ങാൻ പോയിരുന്നു. ഇക്ക പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത്.